ഹായ്. ഞാനിന്ന് ഭാഗവതത്തിലെ ആ, ഒരു കീർത്തനത്തിലെ 4 സ്റ്റാൻസ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയുക. അത് കരളിൽ വിവേകം കൂടാതെ കണ്ടാര നിമിഷം വരെ കളയരുതാരും മരണം വരുമിനി എന്ന് നിനച്ചുക മരുവുക സതതം നാരായണ ജയ. അതായത് പ്രപഞ്ച സത്യത്തെ ഉൾക്കൊള്ളാതെ എങ്ങനെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫ് ജീവിച്ച് തീർക്കരുതെന്നും മരണം നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി ജീവിക്കണമെന്നാണ് പറയുന്നത്. കാരണം നമ്മളെ ഇങ്ങോട്ട് ഭഗവാൻ പറഞ്ഞു വിട്ടതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. എന്നിട്ട് ആ മരണത്തെ, നമ്മുടെ കൂടെ നടക്കുന്ന മരണത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു, കാണുന്നു ചിലർ പലതും ഉപായം കാണുന്നില്ല മരിക്കുമിതെന്നും കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തില്ലെന്നേ കാണൂ നാരായണ ജയം. അതെന്തെന്നാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി പലതരത്തിലുള്ള തത്രപ്പാടുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മരണം വരുമെന്ന് മാത്രം നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല. മരണം നമ്മുടെ കൂടെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാവത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിതം മുന്നോട്ട് എത്രയെങ്കിലും കാലം കാണും, ഒരു 100 വർഷത്തിനുള്ളിൽ എന്തായാലും കാണില്ല എന്നുള്ള വിചാരത്തോടെ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ആ ജീവിതകാലം ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭരിച്ച് ശേഖരിച്ച് വയ്ക്കുക. അതിനിടയ്ക്ക് മരണം വന്ന് നമ്മളെ കൊണ്ടുപോകും. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അത് കഴിയണമെന്നാണ് പറയുന്നത്. നമുക്കങ്ങനെ വലിയ കരുതലിൻ്റെ ആവശ്യമേ ഇല്ല. ആ സമയത്ത് നമ്മൾ ഒന്ന് മാത്രം ചെയ്യേണ്ടതുള്ളൂ, ഈശ്വരനെ പ്രാർത്ഥിക്കുക. നമുക്ക് ജീവിതം തന്ന ഭഗവാന് നന്ദി പറയുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ, സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ സന്തോഷം മാത്രമായിരിക്കില്ല. അപ്പോൾ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ മരണവും നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്കുള്ളതായി തീരും. പിന്നെ പറയുന്നു, കിമപി വിചാരിച്ചീടുകിൽ മാനുഷജന്മനി വേണം മുക്തി വരേണ്ടെങ്കിൽ കൃമിജന്മത്തിലും എളുതായി വരും ഈ വിഷയസുഖം ബദ നാരായണ ജയ. അതായത് നമുക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ മനുഷ്യജന്മം തന്നെ വേണം. അതുകൊണ്ട് അതിനു മുമ്പ് നമ്മൾ പല ജീവികളായിട്ട് ജനിച്ചിട്ടുണ്ടാവും, പല ജീവികളായിട്ട് ജീവിച്ച് മരിച്ചിട്ടുണ്ടാവും. ചിലപ്പം മനുഷ്യരായിട്ട് തന്നെ ജനിച്ച് മരിച്ചിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴും നമ്മൾ ഭഗവാനെ അറിയാൻ ശ്രമിച്ചിട്ടേ ഉണ്ടാവില്ല. ഭൗതിക സുഖങ്ങളിലൊക്കെ മുഴുകി ഒരു കൃമിയെപ്പോലെ വന്നു ജീവിച്ച് പോയി. അങ്ങനെയല്ല, നമ്മൾ ഭഗവാൻ എന്താണെന്നും ഭഗവാന്റെ സത്യം എന്താണെന്നും തിരിച്ചറിയുകയും എപ്പോഴും നമ്മൾ ഭഗവാനുമായിട്ട് കണക്റ്റഡായിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ജന്മം കൊണ്ട് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവുള്ളൂ, മോക്ഷപ്രാപ്തി നമുക്ക് കിട്ടുകയുള്ളൂ.